സൗദി അറേബ്യയും ഖത്തറും ഒമാനും ഇറാനുമായി നയതന്ത്ര ബന്ധത്തിന് ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. അവരുമായി ഏറെക്കുറെ ചെറിയ തരത്തിലെങ്കിലും ബന്ധമുള്ളത് ഒമാനാണ്. എന്നാൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ലേശം അകൽച്ച ഉണ്ടെങ്കിലും അവരിപ്പോൾ എല്ലാം മറന്നുകൊണ്ട് ചേരാൻ വേണ്ടി തീരുമാനിച്ചു. സൗദി അറേബ്യയുമായി ഇറാന് ഒരു കാലത്ത് ഒരു ബന്ധവും ഇല്ല എന്ന് പറയാം. 10-15 വർഷത്തോളം അവരുമായിട്ട് ഹൂത്തി വിമതരെ സഹായിക്കുന്നു എന്ന തരത്തിൽ വലിയ അകൽച്ച ഉണ്ടായിരുന്നു. വലിയ ബന്ധങ്ങൾ ഇറാനുമായിട്ട് ഉണ്ടായില്ലായിരുന്നു. ഒമാനിൽ യമനുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി ഉണ്ടായ സമയത്ത് യമൻ സർക്കാരിനെ സഹായിക്കാൻ വേണ്ടി ഹൂത്തികൾക്കെതിരെ സൗദി അറേബ്യയും UAEയുമായിരുന്നു സൈന്യത്തെ അയച്ചത്. ആ യുദ്ധത്തിൽ അറേബ്യൻ രാജ്യങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. വലിയ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വലിയ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒടുവിൽ നമുക്കറിയാം 2023 ഒക്ടോബർ 7 ഹമാസ് അക്രമത്തോടനുബന്ധിച്ച് ചൈനയുടെ നേതൃത്വത്തിൽ ഒരു മധ്യസ്ഥത ഉണ്ടാക്കിയിട്ടാണ് ഇറാൻ്റെയും സൗദി അറേബ്യയുടെയും പ്രശ്നങ്ങൾ തീർത്ത്. അവർ പിന്നെ ബായി ആയിട്ടാണ് വന്നത്. പിന്നെ ഇറാൻ്റെ നേതാക്കന്മാർ സൗദി സന്ദർശിച്ചു, സൗദിൻ്റെ പ്രതിരോധ മന്ത്രി ഇറാൻ സന്ദർശിച്ചു. അതൊക്കെ ആയത്തുള്ള അലി ഖംനേ ഉള്ള കാലത്താണ്. അങ്ങനത്തെ വലിയ രീതിയിലുള്ള ബന്ധത്തിലേക്ക് അത് വന്നു ചേർന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നാണ് ഈ 2026 യുദ്ധം മാരകമായിരുന്നു, വലിയ മുറിവേറ്റിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ മുറിവേറ്റ അറേബ്യൻ രാജ്യങ്ങളെയാണ്, അറേബ്യൻ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക ബേസുകളെയുമാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ, അതായത് രാഷ്ട്രീയ സാമൂഹിക രംഗത്ത്, പ്രതിരോധ സംവിധാന രംഗത്തെല്ലാം വലിയ മാറ്റങ്ങൾ അറേബ്യൻ രാജ്യങ്ങൾക്കുണ്ടായി. തങ്ങൾ സുരക്ഷിതരല്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ട ഒരു യുദ്ധം കൂടിയാണ് 2026 അമേരിക്കൻ ഇറാൻ യുദ്ധം എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നിലനിൽപ്പ് വളരെ പ്രധാനമാണ്. അത് അമേരിക്കയെ തന്നെ ആശ്രയിച്ചതുകൊണ്ട് കാര്യമില്ല. കാര്യം അമേരിക്കയ്ക്ക് മുറിവ് പറ്റിയിരിക്കുന്നു. അവർ സർവ്വ മേഖലയിലും അവർക്ക് പരാജയമുണ്ടായിരിക്കുന്നു. അവരുടെ ഈ പ്രതീക്ഷ അവരിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഒരു രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇസ്രായേൽ ഖത്തറിനെ ആക്രമിക്കരുതായിരുന്നു. ഇനി അങ്ങനെ ആക്രമിച്ചെങ്കിൽ തന്നെ അമേരിക്ക പ്രതിരോധിക്കേണ്ടിയിരുന്നു, അമേരിക്ക അത് തടയേണ്ടിയിരുന്നു. അതും സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഇനി ഏറ്റവും നല്ല റൂട്ട് എന്ന് പറയുന്നത് ഇറാനുമായിട്ട് സഹകരിക്കുക എന്നുള്ളതാണ്. ഇത്രയൊക്കെ യുദ്ധം ചെയ്തിട്ടും ഇത്രയേറെ ഈ പ്രതിരോധമുണ്ടാക്കിയിട്ടും ഇറാൻ്റെ കൈവശത്തിൽ ഇപ്പോഴും ആയുധങ്ങളുടെ കൂമ്പാരമുണ്ട് എന്ന് ലോകം അംഗീകരിക്കുന്നു. മാത്രമല്ല, ആയുധങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല അവർ ചെയ്യുന്നത്, അത് കൃത്യമായ രീതിയിൽ സൂക്ഷിച്ചു വെക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. എല്ലാം തകർത്തിരിക്കുന്നു, 40% മിസൈൽ തകർത്തിരിക്കുന്നു, അല്ലെ 60% തകർത്തിരിക്കുന്നു എന്നൊക്കെ വീമ്പ് പറയുന്ന ഇസ്രായേലിന് അവർ ആ റിപ്പോർട്ട് കൊടുത്ത് അതിൻ്റെ റിപ്പോർട്ട് അച്ചടി മഷിയായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇറാൻ്റെ ഭാഗത്ത് മിസൈൽ ആക്രമണം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ പലതരത്തിൽ ഗുണം ഇറാനുമായിട്ട് സഹകരിച്ചാലുണ്ട്. കാര്യം എന്ന് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൈനിക ശക്തിയായിട്ട് റഷ്യയും അടുത്തത് ചൈനയും ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഈ രണ്ട് രാജ്യങ്ങളുമായിട്ട് അറേബ്യൻ രാജ്യങ്ങൾക്ക് വല്ലാത്ത രീതിയിലുള്ള ബന്ധങ്ങളൊന്നുമില്ല. നയതന്ത്ര ബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ ഉണ്ട്. സൗഹൃദ ബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കമ്മ്യൂണിസം എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസമായിരുന്നു, ചൈനയിൽ കമ്മ്യൂണിസമായിരുന്നു, കൊറിയയിൽ കമ്മ്യൂണിസമായിരുന്നു. കമ്മ്യൂണിസത്തെ പ്രത്യശാസ്ത്രമായിരിക്കുന്ന വിരുദ്ധത പറഞ്ഞുകൊണ്ട് അങ്ങനെ അറേബ്യൻ രാജ്യങ്ങളെ അകർത്തി നിർത്തുന്നതിൽ അമേരിക്ക വിജയിച്ചു എന്ന് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഇസ്ലാമിക പ്രത്യയശാസ്ത്രവുമായിട്ട് ലിങ്ക് ചേർന്ന് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. ഒരുത്തർ സിർട്ടാവിനെ അംഗീകരിക്കുന്നു, ഒരു ഇസ്ലാമിക പ്രത്യയശാസ്ത്രം സിർട്ടാവിനെ അംഗീകരിക്കുന്നു, സിർട്ടാവുമായിട്ട് ബന്ധപ്പെട്ട ആരാധനാ കർമ്മങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഒരു ദൈവവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അംഗീകരിക്കുന്നില്ല, മതത്തെ അംഗീകരിക്കുന്നില്ല. വൈരുദ്ധ്യമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിനെ ഈ പതിറ്റാണ്ടുകളായിട്ട് അറേബ്യൻ രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ അമേരിക്കയാണ് അംഗീകരിച്ചത്. എന്നാൽ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി, രാജ്യ നിലനിൽപ്പിന് വേണ്ടി അവർ അംഗീകരിക്കുന്നത് തെറ്റായിരിക്കുന്ന കാര്യമൊന്നുമല്ല. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നൊക്കെ പറയുന്ന പോലെ തീർച്ചയായിട്ടും അമേരിക്ക തന്നെ 100% വിശ്വസിച്ചുകൊണ്ട് ഒരു രാജ്യ നിയമവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചൈനയും റഷ്യയുമായിട്ട് സഹകരിക്കാൻ വേണ്ടി അറേബ്യൻ രാജ്യങ്ങൾ തീരുമാനിച്ചു. അവിടെ ഒരു പ്രശ്നമുണ്ട്. നേരിട്ട് അങ്ങനെ ഒരു ബന്ധം കാര്യങ്ങൾ ഉണ്ടാക്കുക വലിയ പ്രയാസമാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും 1979 ഇസ്ലാമിക് റവല്യൂഷൻ നടന്നതോടുകൂടി, ആ വിപ്ലവം നടന്നതോടനുബന്ധിച്ച് തന്നെ ചൈനയുമായിട്ട് ഇറാന് നല്ല ബന്ധമുണ്ട്, റഷ്യയുമായിട്ടും ഇറാൻ നല്ല ബന്ധമുണ്ട്. ആ ബന്ധം ഇങ്ങനെ തുടരുന്നു. അപ്പോൾ 80 നോക്കുന്ന സമയത്ത് 40 വർഷം കഴിഞ്ഞു, ആ ബന്ധത്തിൻ്റെ തുടർച്ചയുണ്ട്. ആ കാലത്തെല്ലാം അറേബ്യൻ രാജ്യങ്ങളും ഈ ഇറാഖ് വെച്ചാൽ സദ്ദാം ഹുസൈൻ്റെ ഭരണകാലത്തുള്ള അദ്ദേഹം അടക്കം അമേരിക്കയുടെ സഖ്യകക്ഷിയായിരുന്നു.
അങ്ങനെയാണ് മുന്നോട്ട് പോയത് എന്നർത്ഥം. ഇന്ന് രീതി കാര്യങ്ങൾക്കൊക്കെ മാറ്റം വന്നു. കാലോചിതപരമായിരിക്കുന്ന മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറിയിട്ടില്ലെങ്കിൽ വലിയ പ്രയാസം ഉണ്ടാകും എന്നൊരു തിരിച്ചറിവ് അറേബ്യൻ രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അവർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഇറാനുമായിട്ട് സഹകരിക്കുക. അത് ചൈനയിലേക്കും റഷ്യയിലേക്കുമുള്ള പാലമായിട്ട് ഇറാൻ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. തങ്ങൾക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. പിന്നെ ഈ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, ഹോർമുസ് സ്വതന്ത്രമാകുക എന്നുള്ളത് ഇറാനെ പോലെ തന്നെ അല്ലെങ്കിൽ ഇറാനേക്കാൾ ഏറെ ആവശ്യമാർക്കാണ്, അറേബ്യൻ രാജ്യങ്ങൾക്കാണ്. അവരുടെ സമ്പത്ത് അപ്പാടെ തന്നെ പെട്രോളുമായിട്ട് ബന്ധപ്പെട്ട സമ്പത്ത് 60% ഇടിഞ്ഞു പോയത്. അതിൽ ഉയർച്ചുണ്ടാകണമെങ്കിൽ ഹോർമുസ് തുറക്കണം. ഹോർമുസ് തുറക്കണമെങ്കിൽ യുദ്ധം അവസാനിക്കണം. യുദ്ധം അവസാനിക്കണമെങ്കിൽ ഇറാൻ ജയിക്കണം. അങ്ങനെ തന്നെ ആ യുദ്ധം തീരും. അമേരിക്ക ജയിക്കുകയാണെങ്കിൽ ആ യുദ്ധം അവസാനിക്കില്ല എന്ന് ഇറാൻ ജയിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോൾ ഇറാൻ്റെ മരവിപ്പിച്ചിരിക്കുന്ന ബില്യൺ കണക്കിന് ഡോളർ തിരിച്ചു നൽകാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു. വ്യത്യസ്ത കാലങ്ങളിലും സമയങ്ങളിലും ഇറാൻ്റേതായിരിക്കുന്ന ബില്യൺ കണക്കിന് ഡോളർ ഇവിടെ യുടെ ബാങ്കിൽ ഡെപ്പോസിറ്റാണ്. അത് മരവിപ്പിച്ചിട്ടുണ്ട്. അത് മരവിപ്പിക്കാനുള്ള കാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു വലിയ അന്താരാഷ്ട്ര ധനകാര്യ വ്യാപാര കേന്ദ്രമാണ്. ഇത് യു എ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കേന്ദ്രമാണ് എന്നതിനാൽ ലോകത്തിലെ വ്യത്യസ്തമായിരിക്കുന്ന രാഷ്ട്രങ്ങൾ തന്നെ ഇവിടെ പണം നിക്ഷേപിക്കുന്നുണ്ട്. പല തരത്തിൽ പല കാര്യത്തിനും, ബിസിനസ് ആണെങ്കിലും റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും വ്യവസായം നടത്തുന്നതിനാണെങ്കിലും മറ്റ് സഹായത്തിനാണെങ്കിലും ഒക്കെ നിക്ഷേപം നടത്തുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് ആ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, അതായത് ഇറാനും യും തമ്മിൽ പ്രശ്നങ്ങളായ സമയത്ത് തീർച്ചയായിട്ടും വലിയ രീതിയിൽ ബാധിക്കും. അത് ബാധിച്ചിട്ടുണ്ട് ഉറപ്പാണ്. അങ്ങനെ ആ വ്യത്യസ്ത കാലങ്ങളിൽ പിടിച്ചെടുക്കപ്പെട്ട പണം തിരിച്ചു നൽകാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾ ഇറാനുമായി നേരിട്ട് ഏറ്റുമുട്ടൽ ഒഴിവാക്കാനും പുതിയ ഈ സുരക്ഷാ ധാരണ വേണമെന്ന അഭിപ്രായം ഇപ്പോൾ വരുന്നു. ഇതുവരെയുള്ള യുദ്ധത്തിൽ നമ്മൾ നിരീക്ഷിച്ച ഒരു കാര്യം മനസ്സിലാവും. അറേബ്യൻ രാജ്യങ്ങൾ ഒരാൾ പോലും ഇറാനെ ആക്രമിച്ചിട്ടില്ല. 18 രാജ്യങ്ങളെയാണ് ഇറാൻ ആക്രമിച്ചത്. ഒരു രാജ്യം യുദ്ധം ചെയ്യുന്നത് ഇസ്രായേലും അമേരിക്കയും ഇറാനും തമ്മിലാണ്. പക്ഷേ ഇറാൻ തിരിച്ചിങ്ങോട്ട് 18ഓളം രാജ്യങ്ങൾ ആക്രമിച്ച്, ഇതൊക്കെ അമേരിക്കയുടെ സൈനിക ബേസുള്ള രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങൾ ഇറാൻ ആക്രമിച്ചിട്ടില്ല, അവർ പ്രതിരോധം ഉണ്ടാക്കുക മാത്രമാണ് ചെയ്തത്. ഇപ്പോൾ അവർ പറയുന്നത് പുതിയ സുരക്ഷാ ധാരണ ഇറാനുമായിട്ട് വേണമെന്ന് സൗദി അറേബ്യയും ഖത്തറും ഒമാനും ഒക്കെ നിലപാടെടുത്തിരിക്കുന്നു. നമ്മൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഒരു ചെറിയ കടലെടുക്ക് കൊണ്ടാണ് ഇറാൻ ഈ യുദ്ധത്തെ അതിജീവിച്ചത്, നേടിയെടുത്തത്. അത് നമ്മൾക്കും കൂടി വേണ്ടിയിട്ടാണ്. അത് പല ഘട്ടങ്ങളിലായിട്ട് ഇബ്രാഹിം റൈസി അടക്കമുള്ള ഇറാൻ്റെ മുൻ പ്രസിഡന്റുമാർ, ഇപ്പോഴത്തെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ അടക്കമുള്ളവർ അത് പറയുന്നുണ്ട്. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം ഇറാന് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് കൂടിയുള്ളതാണ്. അതുകൊണ്ട് യുദ്ധം ചെയ്യുന്ന രാജ്യം ഏതാണോ ആ രാജ്യത്തുമായിട്ട് സഹകരിക്കുക എന്നുള്ളത് നിങ്ങളുടെ നിർബന്ധമായിരിക്കുന്ന കടമയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കത് തിരിച്ചറിയും വല്ലാതെ വൈകാതെ എന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. യുദ്ധാനന്തരമുള്ള ഇറാൻ, അതാണ് അതിൻ്റെ കൂടെ അവർ കൂട്ടിച്ചേർത്ത് വായിക്കുന്നത്. യുദ്ധാനന്തരമുള്ള ഇറാൻ ഇപ്പോഴും ശക്തമാണ്. ആയതിനാൽ നയം പുനഃപരിശോധിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അമേരിക്കയുമായി എല്ലാ കാലത്തും വലിയ രീതിയിൽ തുറക്കപ്പെട്ട രീതിയിലുള്ളൊരു നയതന്ത്ര ബന്ധം പുനഃപരിശോധിക്കുകയും ഇറാനുമായി സഹകരിക്കുന്ന മേഖലയിലേക്ക് നമ്മുടെ നയനിലപാടുകൾ മാറ്റുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അനിവാര്യമാണ് എന്നവർ പറയുന്നു. ഇറാനിയൻ ബിസിനസ്സുകാർ, വ്യക്തികൾ, സമ്പന്നർ എന്നിവർ വ്യത്യസ്ത കാലങ്ങളിലായി യിൽ നിക്ഷേപിക്കപ്പെട്ട ആസ്തികൾ മുൻപും മരവിപ്പിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ മരവിപ്പിച്ചത് കൂടി ഇപ്പോൾ കൊടുക്കാനുള്ള ധാരണയായിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നേരിട്ട് കൊണ്ട് ഏറ്റുമുട്ടിയിട്ട് ഇറാനെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ബോധ്യമായ സ്ഥിതിക്ക് അവരുമായിട്ട് അംഗക്കുറി നടത്തുന്നത് ഉചിതമല്ല, സഹകരണാടിസ്ഥാനത്തിൽ നീങ്ങാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അറേബ്യൻ രാജ്യങ്ങൾ ഏറെക്കുറെ മുഴുവനായിട്ടും ഇറാനുമായിട്ട് സഹകരിക്കാൻ മൊത്തത്തിൽ തീരുമാനിച്ചിരിക്കുകയാണ്. നയതന്ത്ര ബന്ധവും സൗഹൃദ ബന്ധവും ബിസിനസ് ബന്ധവും കൂടെ ഉണ്ടാക്കാൻ വേണ്ടി ധാരണ ഉണ്ടാക്കാനുള്ള ചർച്ചാ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയുമായും സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രിയായും മണിക്കൂറുകളോളം സംസാരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടും ഇതിനിടെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഏറെക്കുറെ ഇറാൻ്റെ പ്രസിഡന്റായിരുന്ന മസൂദ് പെഷഷ്കിയാൻ ഒരു മിതവാദിയും
അവിടുത്തെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി ഏറെക്കുറെ ഒരു തീവ്ര ചിന്താഗതിക്കാരനുമായിട്ടാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് പല ഘട്ടങ്ങളിലും യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് വിദേശകാര്യമന്ത്രിയാണ് എത്തുന്നത്. അബ്ബാസ് അറാഞ്ചി എന്ന് പറയുന്ന എത്തുന്നത്. മസൂദ് പെഷഷ്കിയാൻ എന്ന് പറയുന്ന ഇറാൻ്റെ പ്രസിഡന്റ് എത്തുന്നില്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മൾക്ക് ഏതാണെങ്കിലും ഇവിടെ വൈനപ്പ് ചെയ്യുന്ന സമയത്ത് ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന കാര്യം. അഥവാ സൗദിയും ഖത്തറും ഒമാനും ചേർന്നുകൊണ്ട് ഇറാനുമായി ഒരു നയതന്ത്ര ബന്ധമുണ്ടാക്കിയാൽ ശേഷിക്കുന്ന ബാക്കിയുള്ള രാജ്യങ്ങളും കൂടി ഇതിനോടൊപ്പം ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും.